അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്ക് വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശപഥപൂർവ്വം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ താഴ്ത്തപ്പെട്ട് അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു. അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല. പാപികൾ എനിക്ക് കെണികൾ വച്ച് എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും എന്റെ ഓഹരി. അതിനാൽ അവയിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെന്നും സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു. ദുഷ്ടരെ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ പ്രമാണം ഞാൻ സ്നേഹിക്കുന്നു. അങ്ങ് എന്റെ അഭയസ്ഥാനവും സങ്കേതവുമാകുന്നു. അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ദുഷ്കർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകവേ. ദൈവകൽപ്പനകൾ ഞാൻ പാലിക്കട്ടെ. തിരുവചനത്തിൽ എന്നെ ഉറപ്പിക്കണമേ. അത് എനിക്ക് ജീവൻ നൽകും. എന്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിക്കാതിരിക്കട്ടെ. കർത്താവേ, സഹായിക്കണമേ. ഞാൻ രക്ഷപ്പെടട്ടെ. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നുപോയവരെ ഞാൻ എപ്പോഴും തിരസ്കരിക്കുന്നു. അവരുടെ ചിന്ത വഴിപിഴച്ചതാണല്ലോ. അങ്ങ് എന്നെ താങ്ങണമേ. ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ എപ്പോഴും ധ്യാന വിഷയമാക്കും. അങ്ങയെക്കുറിച്ചുള്ള ഭീതിയാൽ എന്റെ ശരീരം ശോഷിക്കുന്നു. അങ്ങയുടെ
പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസനാകുന്നു, അങ്ങയുടെ നിയമം ഗ്രഹിക്കാൻ എന്നെ ജ്ഞാനിയാക്കണമേ. ഇത് കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള സമയമാണ്. എന്നാൽ ദുഷ്ടർ അങ്ങയുടെ നിയമം ലംഘിക്കുന്നു. സ്വർണത്തെയും രത്നത്തെയും കാൾ അങ്ങയുടെ നിയമം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അങ്ങയുടെ കൽപ്പനകളെല്ലാം എനിക്ക് പ്രിയങ്കരങ്ങളാണ്. ദുഷ്കർമ്മികളുടെ മാർഗങ്ങളെല്ലാം ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ മഹനീയങ്ങളാകുന്നു, അതിനാൽ ഞാനവ പാലിക്കും. തിരുവചനം വെളിപ്പെടുത്തണമേ. പരമാർത്ഥികളെ പ്രകാശിപ്പിച്ച് ജ്ഞാനികളാക്കണമേ. ഞാൻ നെടുവേർപ്പെടുന്നു, ദീർഘശ്വാസം വിടുന്നു, അങ്ങയുടെ രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നു. തിരുനാമം ഞാൻ സ്നേഹിക്കുന്നതിനാൽ എന്നിലേക്ക് തിരിഞ്ഞ് കാരുണ്യമേകണമേ. അങ്ങയുടെ വഴികളിൽ എന്റെ കാലടികൾ ഉറപ്പിക്കണമേ. തിന്മ എന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. അങ്ങയുടെ പ്രമാണം പാലിക്കാൻ മർദ്ദകരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ദാസന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നിയമം മനുഷ്യർ പാലിക്കുന്നില്ല. അതോർക്കുമ്പോൾ എന്റെ മിഴികൾ നിറഞ്ഞൊഴുകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹായം കർത്താവിൽ നിന്നാകുന്നു. സുതലത്തിക്കായി ഹന്നായൊരു നാൾ മിഴിനീരോടെ ദൈവസമക്ഷം യാചിച്ചു. വേദന തിങ്ങും മനതാരോടെ സാറാവിനോട് സുതനെ ലഭിക്കാൻ അർത്ഥിച്ചു. ഏലീശായും റബേക്കായും മക്കളെ നേടാനവരത് തിരുമുൽ കാഴ്ചകൾ അർപ്പിച്ചു സച്ചിന്മയനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഈ ദൃശയാചനകൾ കൂടാതുന്നത മാതൃത്വം നേടിയ കന്യാമറിയത്തെ പരിചൊടുയർത്തിയ കർത്താവിൻ കൃപയെ വാഴ്ത്തുന്നേ. ആദ്യം ദൈവമാണ് നമ്മെ സ്നേഹിച്ചത്. സകലേശാനിൻ കാരുണ്യത്തിൻ ആഴം കാണാൻ ആർക്കു കഴിഞ്ഞിടുമീ മണ്ണിൽ. മാനവബുദ്ധിക്കെത്രയതീത കർത്താവേ, നിൻ സമ്പത്തും തവ മഹിമാവും. അനുപമമാം നിൻ വചനം മഹിയിൽ നൽകി നിന്നുടെ സ്നേഹത്താൽ. ആ സദ്വചനം ലോകത്തിൽ മറിയത്തിൽ നിന്നുടലാർന്നു. ദൂതരിൽ നിന്നവൾ വചനത്തിൽ മംഗളമാത്ര സവിച്ചേവം. കൃപയാൽ പൂരിതയെ സ്വസ്തി, നിന്നിൽ നിന്നു പിറന്നിടും ദൈവം ലോകത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും അന്തവുമില്ലാതുള്ളോരസ്തിത്വത്താൽ ആരാധ്യൻ നീ കർത്താവേ. നിത്യപിതാവിൻ ഏകസുതൻ നീ കന്യാംബികതൻ ഏകജനായി തീർന്നല്ലോ. എന്നാൽ ഉലകിൽ മാനവർ നിന്നെ തച്ചനസുതനായി കണ്ടെന്നാൾ. നിന്റെ നിസ്വർഗ സ്വഭാവത്തെ മർത്യനിൽ നിന്നു മറച്ചു നീ. സ്വന്തം മനസ്സാലൻപോടെ പാപമൊഴിച്ചിഹ സകലതിനും നരനോട് സമനായി തീരുകയാൽ. നന്ദി നിറഞ്ഞ മനസ്സോടെ നിന്നെ വാഴ്ത്തുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്ന
നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമ്മുടെ ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ, തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ, തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ. അവിടുത്തെ മാർഗ്ഗങ്ങൾ ഭൂമിയിലും രക്ഷ എല്ലാ ജനതകളിലും അറിയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ ഏറ്റുപറയട്ടെ, ജനപദങ്ങളെല്ലാം അങ്ങേ പാടി പുകഴ്ത്തട്ടെ. എല്ലാ രാജ്യങ്ങളും ആനന്ദിക്കുകയും അങ്ങേ പുകഴ്ത്തുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുന്നു, ഭൂമിയിലെ രാജ്യങ്ങൾ അങ്ങ് ഭരിക്കുന്നു. ദൈവമേ, ജനതകൾ അങ്ങേ സ്തുതിക്കട്ടെ, എല്ലാ ജനപദങ്ങളും അങ്ങേക്ക് നന്ദി പറയട്ടെ. ഭൂമി സമൃദ്ധമായ വിളവ് നൽകി അത്യുന്നത ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ ദൈവത്തെ ഭയപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നാഥനെ വാഴ്ത്തുന്നു, മോദം പൂണ്ടു പുകഴ്ത്തുന്നു. എളിയൊരു ദാസി നിഖിലേശൻ കനിവോട്
വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്ക് ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമായിരുന്നിട്ട് മനുഷ്യനായ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ വഴി നിത്യപിതാവിൽ നിന്നുള്ള ആധികാരികമായ അംഗീകാരത്തിനും സ്നേഹത്തിനും പരസ്യമായി പാത്രീഭൂതനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോർദാനിൽ നീ സ്വീകരിച്ച മാമോദീസ വഴി മനുഷ്യവംശത്തിന് ത്രിത്വരഹസ്യം വെളിപ്പെടുത്തിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിനാലുള്ള മാമോദീസായുടെ ബാഹ്യപ്രകാശനമായി ദൈവാത്മാവിന്റെ ആവാസം പരസ്യമായി സ്വീകരിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരസ്യ ജീവിതത്തിന് ഒരുക്കമായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും മാതൃക ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാമല്ലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. ഞങ്ങളുടെ